ക്യാബിനറ്റ് പദവിയുള്ള റാങ്കുകൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി 4 പേർ ഇപ്പോൾ UDFിൽ ശക്തമായി വാദമുന്നയിച്ചിട്ടുണ്ട്. അതിൽ ആർക്കാണ് കിട്ടുക എന്നറിയില്ല, ഇനി ഒന്നിലധികം ആളുകൾക്ക് കിട്ടുമെന്നറിയില്ല. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കിടക്കുന്നത് PJ ജോസഫ് അവർക്കാണ്. കാരണം അദ്ദേഹമാണ് ഏറ്റവും സീനിയർ. മാത്രമല്ല അവർ 2 സീറ്റ്, 10 സീറ്റുള്ളതിൽ 2 സീറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്തു. ബാക്കി 10 സീറ്റിൽ 8 സീറ്റാണ് അവർക്ക് MLA-മാരുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ കുത്തൊഴുക്ക് പോലെ UDF 102 സീറ്റ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് ആ 2 സീറ്റ് കൂടി പിന്നെ ജോസഫ് ഗ്രൂപ്പിന് ജയിപ്പിച്ചെടുക്കാമായിരുന്നു. മാത്രമല്ല അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ 2 സീറ്റ് കിട്ടിയേനെ. അപ്പോൾ 2 സീറ്റ് കുരുതി കൊടുത്തു, അല്ലെങ്കിൽ രക്തസാക്ഷിയായി എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ക്യാബിനറ്റ് പദവി വേണമെന്ന PJ ജോസഫിൻ്റെ ആവശ്യത്തിനാണ് മുൻതൂക്കം വരുന്നത്. അതേസമയം ഡോക്ടർ MK മുനീർ ഇപ്പോൾ മറ്റ് വർക്കൊന്നുമില്ലാതിരിക്കുകയാണ്. അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നമൊക്കെ പരിഹരിച്ചു വന്നു. അദ്ദേഹം മുൻ മന്ത്രിയാണ്, പിന്നെ മുൻ മുഖ്യമന്ത്രിയുടെയും CH മുഹമ്മദ് കോയയുടെ മകനാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനും പദവി കൊടുക്കണം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാനമല്ല ജനറൽ സെക്രട്ടറി ആയിട്ട് നാഷണൽ ലെവൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G ദേവരാജനും ഇതിനകത്തൊരു അഭിപ്രായം പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും MLA-മായിട്ടുള്ള മാണി സി കാപ്പന് മന്ത്രി പദവി കിട്ടിയില്ലെങ്കിൽ പകരം മറ്റൊരു പദവി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് MLA ആണ് പാലയിലെ. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് അറിയില്ല. ഒരു MLA-ക്ക് വേറൊരു പദവി കൂടി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ സാങ്കേതികത്വം അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കും. എന്തായാലും PJ ജോസഫിനെ കേരള കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ മോൻസ് ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ട്. മുന്നണിയിലെ മുതിർന്ന നേതാവായ ജോസഫിന് ക്യാബിനറ്റ് റാങ്കുള്ള പദവി സ്വാഭാവികമായും അവകാശപ്പെട്ടതാണെന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. മന്ത്രി പറയുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷ പദവിയാണ് പിന്നെ മുനീറിനായി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് PJ ജോസഫിനും കിട്ടാനൊരു സാധ്യത അവകാശപ്പെടുന്നത്. മാത്രമല്ല PJ ജോസഫ് വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. VS അച്യുതാനന്ദനായിരുന്നു നേരത്തെ ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇരുന്നത്. നോർക്കയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്തോടാണ് നമ്മുടെ മാണി സി കാപ്പന് താല്പര്യം. ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് MK മുനീറിന് നൽകിയാൽ PJ ജോസഫിന് വയോജന ക്ഷേമത്തിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളിലേക്ക് പരിഗണിക്കാനും സാധ്യതയുണ്ട്. കാർഷിക കമ്മീഷനിലേക്കോ വയോജന വകുപ്പിൻ്റെ കമ്മീഷനിലേക്കോ കൃത്യമായി PJ ജോസഫിനെ ശ്രീ PJ ജോസഫ് അവരെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം മന്ത്രിസഭ ഇന്ന് ചേരുന്ന മന്ത്രിസഭ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. മന്ത്രിസഭ കൂടി അംഗീകാരം നൽകിയ ശേഷമായിരിക്കും VD സതീശൻ അത് പ്രഖ്യാപിക്കുക. 2ാം പിണറായി സർക്കാരിൽ സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധിയായിരുന്ന KV തോമസ്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാം എന്നിവർക്കായിരുന്നു നേരത്തെ ക്യാബിനറ്റ് പദവി നൽകിയിരുന്നത്. ആ 2 പേർക്കും 2 പേരും ഇപ്പോൾ കൂടെയില്ല. KV തോമസ് ഒഴിവാക്കി, KM എബ്രഹാം രാജിവെച്ച് പോയി. ഇപ്പോൾ 2 പേരും ഇല്ലാത്ത സാഹചര്യത്തിൽ 3ാമത്തെ ആ 2 ക്യാബിനറ്റ് പദവി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് 4 പേർ ഇതിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരാൾ നോർക്കയുടെ വൈസ് ചെയർമാൻ ആവണമെന്നും, ഒരാൾ പിന്നെ 2 പേർ പറയുന്നത് ഇതിൻ്റെ അതായത് നമ്മുടെ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാകണമെന്നാണ്. അതേസമയം കൃഷി വകുപ്പിൻ്റെയും വയോജന വകുപ്പിൻ്റെയും ഒക്കെ വലിയ പദവികളുണ്ട്. ഇനി ഏത് പദവിയാണ് കൊടുക്കുക എന്നറിയില്ല. എന്തായാലും 4 പേർ ഇപ്പോൾ രംഗത്ത് ഇതിൻ്റെ അവകാശവാദമായിട്ടുണ്ട്. അതിലേറ്റവും സീനിയർ PJ ജോസഫാണ്. അത് കഴിഞ്ഞാൽ ഡോക്ടർ MK മുനീറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാണി സി കാപ്പനും ദേവരാജനുമുണ്ട്. അത് പിന്നെ സീനിയർ ജൂനിയർ എല്ലാം 2 പേരും സെക്കൻഡായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിൽ വരുന്നത് PJ ജോസഫും MK മുനീറുമാണ്. ഇതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി. എന്താണ് സംഭവിക്കുക എന്ന് ഇന്നത്തെ മന്ത്രിസഭയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാബിനറ്റ് പദവിയും അതിനുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങളും കിട്ടാനുള്ള എല്ലാ സാധ്യതയുമാണ് തെളിഞ്ഞു വരുന്നത്.